ഗൾഫിൽ നിന്ന് വരുന്ന ഈ റെമിറ്റൻസ് കുറഞ്ഞു വരികയാണ് കേരളത്തിൽ. വേറൊരു അപകടമുണ്ട്. ഒന്ന് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് സൂചിപ്പിച്ചു. കുട്ടികൾ മുഴുവൻ പുറത്തോട്ട് പോവാണ്. 35-40 ലക്ഷം രൂപ, 30 തൊട്ട് 40 തൊട്ട് 50 ലക്ഷം രൂപ വരെ വീട് പണയപ്പെടുത്തി ആ പൈസയായിട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് വലിയൊരു എമൗണ്ട് പുറത്തേക്ക് സൈഫൺ ചെയ്ത് പോവാണ്. ഇത് റിവേഴ്സ് റെമിറ്റൻസ് ആണ്, റെമിറ്റൻസ് അല്ല. റെമിറ്റൻസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി രണ്ടാമത്തെ കാര്യം, 25 ലക്ഷം പേരാണ് പുറത്തുള്ള വേറെ ഗൾഫിലുള്ള ആളുകളെ പറഞ്ഞത്. 25 ലക്ഷത്തിനും 30 ലക്ഷത്തിനും ഇടയിൽ അതർ സ്റ്റേറ്റിലുള്ള ആളുകൾ, അതിഥി തൊഴിലാളികൾ കേരളത്തിലുണ്ട്. അവരിവിടെ പരമാവധി ആളുകൾ 90% ആളുകൾ ഇവിടെ എക്സ്പെൻഡിച്ചർ ഇല്ല. അവർക്ക് ഇവിടുത്തെ എക്സ്പെൻഡിച്ചർ ഗോതമ്പ് പൊടി, ഉള്ളി, ദാല്, ഇത്രയേ ഉള്ളൂ. ബാക്കി അവർ ശനിയാഴ്ച വൈകുന്നേരം കിട്ടുന്ന കൂലി നിങ്ങൾ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ ബാങ്കിൻ്റെ അവിടെ നോക്കിക്കോ, അവർ നാട്ടിലേക്ക് അയക്കും. പണ്ട് ഗൾഫിൽ നിന്ന് നമ്മുടെ ആളുകൾ മാസത്തിൽ അയച്ചിരുന്നത് പോലെ ഇവിടെ നിന്ന് അയക്കണം. 25 ലക്ഷത്തിലധികം ആളുകളാണ് ഈ കേരളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അയക്കുന്നത്. റിവേഴ്സ് റെമിറ്റൻസ് ആണ്. ഞാൻ പറഞ്ഞു 20 കൊല്ലം മുമ്പ് ഈ കൊച്ചി നഗരത്തിൽ 100 കോടി രൂപയുടെ ഒരു ബിൽഡിംഗ് വന്നിരുന്നുവെങ്കിൽ അതിൽ 40 കോടി മുതൽ 50 കോടി രൂപ വരെ അത് ലേബർ ചാർജ് ആയിട്ട് ഈ സിറ്റിയിലും പരിസര പ്രദേശത്തുള്ള ഗ്രാമങ്ങളിലെ നിർമ്മാണ തൊഴിലാളികളുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു, ലേബർ ചാർജ് ആയിട്ട്. ഇപ്പൊ ഈ പറയുന്ന 40-50 കോടി പോകുന്നത് 1 കോടി രൂപ പോലും ഇവിടെ നിൽക്കുന്നില്ല, എല്ലാ അതർ സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണക്കാക്കാത്ത, ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും അസസ് ചെയ്യാത്ത റെമിറ്റൻസിനേക്കാൾ ഇരട്ടിയോളം വരുന്ന റിവേഴ്സ് റെമിറ്റൻസ് കേരളത്തിൽ നടക്കുകയാണ്. അത് കേരളത്തിന്റെ ഇക്കോണമിയുടെ അടിവേരു മാന്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധേയമായ പദ്ധതികൾ ആവിഷ്കരിക്കണം. ഒന്ന്, ഈ ബ്രെയിൻ ഡ്രെയിൻ തന്നെ തടയണം. കാരണം അതിനൊരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പൊ തന്നെ എൻ്റെ ഫ്രണ്ട്സ് കൊച്ചിയിലെ ബിൽഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ഞങ്ങൾ 3-4 വർഷം മുമ്പ് സംസാരിക്കുമ്പോൾ അവർ പറയും ഇനി അവർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഏജ് ഹോംസിന് വേണ്ടിയിട്ടാണ്. കാരണം ഇനി ഓൾഡ് ഏജ് മാത്രം കേരളത്തിൽ ഉണ്ടാകുന്ന ഒരു കാലത്തിലേക്ക് കേരളം പോവുകയാണ്. കുറെ പ്രായമായ ആളുകൾ, നമ്മളെപ്പോലെ കുറെ പ്രായമായ ആളുകൾ മാത്രം വരികയും പോവാണ്. മാത്രമല്ല കേരളത്തിനും ഇന്ത്യക്കും ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ട്. കാരണം ഈ ഡെമോഗ്രഫിയിലെ പോപ്പുലേഷനിലെ ഒരു 65% യങ്സ്റ്റേഴ്സ് ആണ്. അതാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. അവരുടെ ക്രിയേറ്റിവിറ്റിയാണ് സ്റ്റേറ്റിന് അഡ്വാൻറ്റേജ് ആയി മാറേണ്ടത്. അതുകൂടി നമുക്ക് നഷ്ടപ്പെടുകയാണ്. അത് ഇൻവാല്യുബിൾ ആണ്, അസസ് ചെയ്യാൻ പറ്റാത്തത്രയും വലുതാണ് ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. ഇതിനെ അഡ്രസ് ചെയ്യണം. ഇതിനെ അഡ്രസ് ചെയ്യണമെങ്കിൽ എന്താണ്? ഒന്ന്, ഈ ചെറുപ്പക്കാരെ കേരളത്തിൽ നിർത്തണം. കേരളത്തിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റുകൾ വേണം. എനിക്ക് ആദ്യം തോന്നിയ 2 കാര്യങ്ങൾ, ഒന്ന് ഹെൽത്ത് സെക്ടർ, 2 എഡ്യൂക്കേഷൻ സെക്ടർ. ഈ ഹെൽത്ത് സെക്ടറിലും എഡ്യൂക്കേഷൻ സെക്ടറിലും ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സെന്റർ ഓഫ് എക്സലൻസ് ഉണ്ടാക്കുക. ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിനെ ഒരു ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി ധാരാളം ആളുകൾ പുറത്തുനിന്ന് കൊണ്ടുവരിക. കേരളത്തിന്റെ